ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ ഫുഡ് തന്നെയാണ് കഞ്ഞി. അത് ഉണ്ടാക്കുന്നതിനുള്ള ഉണക്കലരി, തവിടോട് കൂടിയ ഉണക്കലരിയാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി ഇടുന്നതായിരിക്കും. അതിന് ശേഷം ഇനി കാണിക്കാം. അങ്ങനെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഉണക്കലരി ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് ഒരു കഞ്ഞിയും ഒരു പയർ വിഴുക്ക് പെരട്ടിയും, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. വിഴുക്ക് പെരട്ടിയും ഒരു ചമ്മന്തിയും ആണ് ഇന്നത്തെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്, ഉച്ചയ്ക്ക് ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നത്. ബാക്കി പറയാം. നല്ല രീതിയിൽ കഞ്ഞി വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം വേകണം കേട്ടോ, എങ്കിലേ നല്ല രുചിയും നല്ല കഞ്ഞിക്ക് നല്ലവണ്ണം വെന്ത് കിട്ടണം. അങ്ങനെ കഞ്ഞി അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് പയർ കൊണ്ടൊരു വിഴുക്ക് പെരട്ടി ഉണ്ടാക്കാനായിട്ട് അരിഞ്ഞു വയ്ക്കാനായി നോക്കാം. ഇനി കഞ്ഞി ഏതാണ്ട് റെഡിയായിട്ടുണ്ട്. നല്ല സമയമെടുത്ത് വെന്ത് കിട്ടത്തുള്ളൂ. 1 മണിക്കൂറോളം ടൈം വെന്താൽ ഇത് പരുവമായി വരത്തുള്ളൂ. ഇനി നമുക്കൊരു വിഴുക്ക് പെരട്ടി വയ്ക്കണം, അതും കാണിക്കും. കഞ്ഞി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇത്തിരി തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് കിട്ടും കഞ്ഞിക്ക്. നല്ല കൊഴുപ്പിൻ്റെ അംശമുണ്ടല്ലോ. പാൽക്കഞ്ഞി പറയാം. ഈ സമയത്ത് നമ്മുടെ വിഴുക്ക് പുരട്ടിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇടുകയാണ്. ഇത് അടച്ച് വെച്ച് വേവിക്കുക. വിഴുക്ക് പെരട്ടി എന്ന് പറയാം. അത് വേഗട്ടെ എന്നിട്ട് കാണിക്കും. അങ്ങനെ ഇതിൻ്റെ ഒരുവിധം കളറൊക്കെ ഒരുവിധം ചേഞ്ച് ആയിട്ടുണ്ട്. ഹരിതകം കുറച്ചുള്ളതുകൊണ്ട് അത് മാറിക്കൊള്ളു. ഇത്തിരി കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുക. വെള്ളം കുറവാണ്. ആവിയിലൊരു 1 മിനിറ്റ് ഇരിക്കുമ്പോൾ ആ കല്ല് വലിഞ്ഞതി പിടിച്ചോളും. അതിന് ശേഷം കാണിക്കുക. അങ്ങനെ വിഴുക്ക് പെരട്ടിക്ക് വേണ്ടിയുള്ള പയർ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇത്തിരി വിഴുക്ക് പെരട്ടി നോക്കാം. പെരട്ടിയെടുക്കണം. ഇത്തിരി വെളിച്ചെണ്ണ, ഒരു സ്പൂണ് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക. വിഴുക്ക് പെരട്ടി, വിഴുക്ക് ഇതിലോട്ട് പെരട്ടുന്നു. വിഴുക്ക് വരട്ടി അല്ല, അത് ശരീരത്തിന് ഇത്തിരി ദോഷമാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതാകുമ്പോൾ ആ പച്ച വെളിച്ചെണ്ണേൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടും, സ്വാദും. വിഴുക്ക് പെരട്ടി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ശരീരത്തിന് നല്ലത്. ഓക്കെ. അങ്ങനെ ഇന്നത്തെ പാൽക്കഞ്ഞി റെഡിയായിട്ടുണ്ട്. അതിന് സ്പൂണും ഉപയോഗിക്കാം. ഇത് ഞാനൊരു പ്ലാവില കിട്ടി, അപ്പം പ്ലാവില കൊണ്ട് ഇന്നത്തെ കഞ്ഞി കുടിക്കാനാണ് പോകുന്നത്. പാൽക്കഞ്ഞിയാണ് ഇത്. ഒരു അരിയും പിന്നെ തേങ്ങയും പച്ചമുളകും ഉപ്പും ചേർത്തുള്ള ഒരു ചമ്മന്തി. ഇത് നമ്മൾ ഉണ്ടാക്കിയ പയർ വിഴുക്ക് പെരട്ടി. വയറിന് നല്ലതാണ്, പെട്ടെന്ന് ദഹിക്കുകയും വയറിന് പെട്ടെന്ന് ദഹിച്ച് നമ്മൾ
കരളിനൊന്നും ദോഷമില്ലാത്ത രീതിയിൽ പെട്ടെന്ന് ദഹിക്കും. എൻസൈമൊക്കെ കുറച്ച് മതി. അപ്പോൾ ശരി.